ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരുപാട് പ്രമുഖ കമ്പനികളിലെ ഏറ്റവും പുതിയ വേക്കൻസീസുമായിട്ടാണ്. ഇതിൽ ഇൻഫോസിസിലൊക്കെ ഇപ്പോൾ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇൻഫോസിസിൽ ഇപ്പോൾ ഒരു വർക്ക് ഫ്രം ഹോം അവസരം, അതായത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയിലേക്ക് അവരിപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ IT പാർക്കുകളായ നമ്മുടെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്ക്, ട്രിവാൻഡ്രത്തുള്ള ടെക്നോ പാർക്ക്, കോഴിക്കോടുള്ള സൈബർ പാർക്ക്, ഈ പ്രമുഖ IT പാർക്കുകളിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധ കമ്പനികളിലൊക്കെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കേരളത്തിലുള്ള മറ്റ് ഒട്ടനവധി കമ്പനീസിൽ, പ്രമുഖ കമ്പനീസിൽ IT മേഖലയിലും നോൺ IT മേഖലയിലും ഫ്രഷേഴ്സിനും അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും ഒക്കെ ആയിട്ട് ഒരു ബൾക്ക് വേക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നെസ്റ്റോ ഗ്രൂപ്പിൽ ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു വേക്കൻസീസ് ദുബായിലേക്ക് അവരിപ്പോൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. വിവിധ പൊസിഷനുകളിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ഏതൊക്കെ കമ്പനികളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, എന്താണ് അവർ ചോദിക്കുന്ന യോഗ്യതകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ ഒരു ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ലാസ്റ്റ് വരെ കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഓരോരോ കമ്പനീസിലെ വേക്കൻസീസുമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ ആ ലൈക്കുകളാണ് എനിക്ക് മുന്നോട്ടേക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനമായി വരുന്നത്. അതേപോലെ നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ദയവായി ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം നമുക്ക് ഇൻഫോസിസിലെ അവസരം നോക്കാം. ഇൻഫോസിസ് ഇപ്പോൾ വനിതകൾക്ക് വേണ്ടി ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. മെയിൻലി വനിതകൾക്ക് എന്ന് പറയുമ്പോൾ ഒരു കരിയർ ഗ്യാപ്പ് വന്ന വനിതകൾക്ക്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടികളെ നോക്കാനുള്ള ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വനിതകൾക്കൊക്കെ ജോലി സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു കരിയർ ഗ്യാപ്പ് വന്നവരുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാമിലി കാര്യങ്ങൾ കൊണ്ട് അവരുടെ കരിയറിൽ ഒരു ഗ്യാപ്പ് വന്ന വനിതകൾക്കൊക്കെ അവരൊരിപ്പോൾ ഒരു റീസ്റ്റാർട്ട്, ഒരു റീക്ലെയിം, ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസിന്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഇതിൽ വരുന്നത്. വിവിധ പൊസിഷനുകളിലായിട്ട് ഇതുപോലെ കരിയർ ഗ്യാപ്സ് വന്ന വനിതകൾക്കായിട്ടാണ് അവരൊരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്യുന്നത്. ഇതിൽ വർക്ക് ഫ്രം ഹോം പൊസിഷനും അവൈലബിൾ ആണ് എന്ന് അവർ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം. The Restart with Infosys program aims to provide you with an opportunity to rejoin the corporate workforce. ഞാൻ ഈ പറഞ്ഞ സെയിം കാര്യമാണ്. കരിയർ ഗ്യാപ്പ് വന്ന വനിതകൾക്കാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. വനിതകൾക്ക്, വിമൻ പ്രൊഫഷണൽസിനാണ് വിത്ത് എ കരിയർ ബ്രേക്ക് ഫോർ എ മിനിമം ഓഫ് 6 months ആണ് അവർ പറയുന്നത്. അതേപോലെ ഈ ഒരു വനിതകൾ കരിയർ ഗ്യാപ്പ് വരുന്നതിന് മുന്നേ ഒരു 2 വർഷമെങ്കിലും മിനിമം കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വേണം എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റിന്, നിങ്ങളുടെ എക്സ്പെർട്ടൈസ്, നിങ്ങൾക്ക് ഏത് ഡൊമൈനിലാണോ എക്സ്പീരിയൻസ് ഉള്ളത് അതിനനുസരിച്ച് അവർ ഫുൾ ടൈം എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് ടേം എംപ്ലോയ്മെന്റ് ഒക്കെ ഇൻഫോസിസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് അവൈലബിൾ ആണ് എന്ന് അവർ പറയുന്നുണ്ട്. എലിജിബിലിറ്റി ഇത് തന്നെയാണ്. 6 months ഓഫ് ബ്രേക്ക് ആണ്, മിനിമം 6 months ഓഫ് ബ്രേക്ക് ആണ് പറയുന്നത്. ട്രെയിനിങ് ആൻഡ് മെന്റർഷിപ്പ് കാര്യങ്ങൾ ഉണ്ടാവും. റീസ്കില്ലിംഗ് ആൻഡ് അപ്സ്കില്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളൊരു കരിയർ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു IT മേഖലയിൽ, ഇൻഫോസിസ് പോലുള്ള കമ്പനിയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു ഫുൾ സ്റ്റോപ്പിൽ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ മുന്നോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള ഒരു ഫുൾ സ്റ്റോപ്പിൽ, ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലുള്ള വനിതകളെ സംബന്ധിച്ച് ഇത് വളരെ നല്ല ഒരു അവസരമാണ്. കാരണം ഇൻഫോസിസിന്റെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. നിങ്ങൾ ഇതിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ലിങ്കിൽ കയറിയാൽ ഇതുപോലുള്ള ഒരു വെബ് പേജിലാണ് നിങ്ങൾ എത്തുക. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് വേക്കൻസീസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ സ്കിൽ ഉള്ളത് ആ ഒരു പൊസിഷനെ നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുക. സോ ഇതാണ് ഇൻഫോസിസിൽ വന്നിട്ടുള്ള അവസരം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് സൈബർ പാർക്കിലാണ്. കോഴിക്കോട് സൈബർ പാർക്കിലുള്ള മിഡ്നെ എന്ന് പറയുന്ന കമ്പനിയിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ്. 0 to 1 year ആണ് അവർ പറയുന്ന എക്സ്പീരിയൻസ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ hr@midney.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് സബ്ജക്ട് ടാഗിൽ നിങ്ങളുടെ ആ ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഈ ഒരു റെസ്യൂമെ അയക്കുന്ന ടൈമിൽ കുറച്ച് ഫോർമാറ്റ്സ് കാര്യങ്ങളുണ്ട്. അത് അറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അതുകൂടി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്യുക.
അടുത്ത അവസരം വന്നിട്ടുള്ളത് നമ്മുടെ ഇൻഫോ പാർക്കിലാണ്, കൊരാട്ടിയിലുള്ള ഇൻഫോ പാർക്കിലാണ്. മാപ്പിൾ ടെക് സ്പേസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ ജൂനിയർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിയുടെ വേക്കൻസി വന്നിട്ടുണ്ട്. 0 to 2 ഇയർ ആണ് അവർ പറയുന്ന എക്സ്പീരിയൻസ്, അതായത് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ്. 1 PM to 10 PM ആണ് ഷിഫ്റ്റ് ടൈം വരുന്നത്. വർക്ക് ഫ്രം ഓഫീസ് ആണ്. സോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള കാൻഡിഡേറ്റ്സിന്, അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞ് ഫ്രഷറായി ജോലി നോക്കുന്ന കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID സബ്ജക്ട് ടാഗിൽ പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുക. അടുത്ത വേക്കൻസി നിക്ഷാൻ ഗ്രൂപ്പിലാണ്. നിക്ഷാൻ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇലക്ട്രീഷ്യൻ കം പ്ലംബർ സിവിൽ എഞ്ചിനീയേഴ്സിന്റെ വേക്കൻസി വരുന്നുണ്ട്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. മിനിമം 2 to 3 years ഓഫ് റെലവന്റ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ കാണുന്ന ഇവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID നിങ്ങളുടെ CV അയച്ചു കൊടുത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം വന്നിട്ടുള്ളത് മൊസിലോറിലാണ്. മൊസിലോർ ടെക്നോളജീസിൽ ഇപ്പോൾ കോഴിക്കോടിലും അതേപോലെ കൊച്ചിയിലുമായിട്ട് ഇപ്പോൾ ടെക്നിക്കൽ റൈറ്ററിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. BTech അല്ലെങ്കിൽ MCA കഴിഞ്ഞ ഫ്രഷേഴ്സിനാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. 2024-25 പാസ് ഔട്ട്സ് ആയ ഗ്രാജുവേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ അവർ പറയുന്നത്. നല്ല എക്സലന്റ് റൈറ്റിംഗ് സ്കിൽസ് വിത്ത് എ ക്ലിയർ കൺസൈസ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്നുണ്ട് ജൂൺ 24 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് mozilla.com എന്ന അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. കരിയർ സെക്ഷനിൽ കയറിയാൽ ഈ ഒരു പൊസിഷന്റെ വേക്കൻസി നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ ഒരു ബ്രൗസർ വഴി തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി ഇൻഫോ പാർക്ക് കൊറാട്ടി തൃശ്ശൂരിലുള്ള ഇൻഫോ പാർക്കിലുള്ള മാപ്പിൾ ടെക് സ്പേസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഗ്രാഫിക് ഡിസൈനറിന്റെ വേക്കൻസി ഉണ്ട്. 2 to 5 ഇയർ ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം സെയിം കമ്പനിയിൽ തന്നെയാണ്. മാപ്പിൾ ടെക് സ്പേസ് എന്ന് പറയുന്ന കമ്പനിയിൽ വീഡിയോ എഡിറ്റർ ഇന്റേണിന്റെ വേക്കൻസി ഉണ്ട്. ഇന്റേൺഷിപ്പ് ആണിത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതൊരു വർക്ക് ഫ്രം ഓഫീസ് ജോബ് ആണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV ഈ കാണുന്ന അവരുടെ HR ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്ത് അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഇന്നോവേച്ചർ എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ QA എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ആണ്. 3 to 5 ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതാണ് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത്. അടുത്ത അവസരം വന്നിട്ടുള്ളത് മനോരമ ഓൺലൈനിലാണ്. മനോരമ ഓൺലൈനിന്റെ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ജാവ ഡെവലപ്പർ പൊസിഷനിലേക്കാണ് അവർ ഹയർ ചെയ്യുന്നത്. മിനിമം 3+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. 2 to 3 ഇയേഴ്സ് ഓഫ് സോളിഡ് എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV jobs@manorama.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ടെക്വെയർ ലാബ് എന്ന് പറയുന്ന കമ്പനിയിൽ SEO അനലിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 2 to 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സിനെയാണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അവരുടെ ഇമെയിൽ ID വരുന്നത് careers@techwearlab.com എന്നാണ്. അടുത്ത അവസരം കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. അവിടെയുള്ള ഇന്നോവേച്ചർ എന്ന് പറയുന്ന കമ്പനിയിൽ ടെക്നിക്കൽ ലീഡിന്റെ വേക്കൻസി ഉണ്ട്. പൈത്തൺ, ജാവ, Node.js വേക്കൻസി വന്നിട്ടുള്ളത്. 6 to 8 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. നിങ്ങളുടെ CV റെസ്യൂമെ ഈ കാണുന്ന അവരുടെ ഇമെയിൽ ID അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ സെയിം കമ്പനിയിൽ തന്നെ ടെക്നിക്കൽ ആർക്കിടെക്റ്റിന്റെയും വേക്കൻസി ഉണ്ട്. 8+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. റെസ്യൂമെ അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID സെയിം ആണ്. ഇന്നോവേച്ചർ എന്ന് പറയുന്ന കമ്പനിയിൽ കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഇന്നോവേച്ചർ എന്ന് പറയുന്ന കമ്പനിയിൽ AI എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. AI അല്ലെങ്കിൽ ML ആൻഡ് ജനറേറ്റീവ് AI ആണ് അവർ പറയുന്നത്. 2 to 3 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. നിങ്ങളുടെ CV റെസ്യൂമെ അയച്ചു കൊടുക്കേണ്ട ഇമെയിൽ ID വരുന്നത് hr@innovatorlabs.com എന്നാണ്. അടുത്ത വേക്കൻസി നമ്മുടെ ഇൻഫോ പാർക്ക് തൃശ്ശൂരിലാണ്. നമ്മുടെ കൊരാട്ടി ഇൻഫോ പാർക്ക് തൃശ്ശൂരിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മാപ്പിൾ ടെക് സ്പേസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ഇതൊരു വർക്ക് ഫ്രം ഹോം അവസരമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇതിന് 1 to 3 ഇയർ സമാന മേഖലയിലുള്ള എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. 6 PM to morning 3 AM ആണ് അവരുടെ ഒരു ബിസിനസ് ടൈം വരുന്നത്. നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. CV അയക്കേണ്ട അവരുടെ ഇമെയിൽ ID വരുന്നത് careers@mapletechspace.com എന്നാണ്. അടുത്ത അവസരം കൊച്ചി ഇൻഫോ പാർക്കിലുള്ള ഇന്നോവേച്ചർ എന്ന് പറയുന്ന കമ്പനിയിലാണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 3 to 5 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. hr@innovatorlabs.com എന്നാണ് അവരുടെ ഇമെയിൽ ID വരുന്നത്.
ഈ സെയിം കമ്പനിയിൽ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജാവയിൽ വേക്കൻസി ഉണ്ട്. 3 to 5 years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. ഇമെയിൽ ഐ ഡി സെയിം ആണ്. ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ടത്. അടുത്തത് നമ്മുടെ തൃശ്ശൂർ ഉള്ള ഇൻഫോ പാർക്കിൽ മാപ്പിൾ ടെക് സ്പേസ് എന്ന് പറയുന്ന കമ്പനിയിൽ ക്ലയന്റ് റിലേഷൻസ് മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതും ഒരു വർക്ക് ഫ്രം ഹോം അവസരമാണ്. 1 to 3 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. 6 PM to 3 AM ആണ് അവരുടെ ഷിഫ്റ്റ് ടൈം വരുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ careers@mapletechspace.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്ന ടൈമിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്ജക്ട് ടാഗിൽ ആ ഒരു പൊസിഷന്റെ പേര് കൂടി നിങ്ങൾ നിർബന്ധമായിട്ടും മെൻഷൻ ചെയ്യുക. അടുത്ത അവസരം നമ്മുടെ മനോരമ ചാനലിലാണ്. മനോരമ ചാനലിൽ ഇപ്പോൾ സീനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട് പ്ലാനിംഗ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ വേക്കൻസി വന്നിട്ടുണ്ട്. MBA അല്ലെങ്കിൽ PGDM കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 5 വർഷത്തെ എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നുണ്ട്. അത് ക്ലയന്റ് സർവീസിംഗിലോ ആഡ് ഏജൻസീസിലോ ഇവന്റ് മാനേജ്മെന്റിലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനീസിലോ ആണ് അവർ ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ jobs@mmtv.in എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക. സബ്ജക്ട് ടാഗിൽ MMTV AP എന്നുകൂടി മെൻഷൻ ചെയ്യണം. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയാണ്. അടുത്ത അവസരം മനോരമയിൽ തന്നെയാണ്. മനോരമ ഓൺലൈനിൽ ഇപ്പോൾ കസ്റ്റമർ കെയർ അസിസ്റ്റൻസിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. കോട്ടയം, കൊച്ചി, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, തൃശ്ശൂർ മുതലായ ജില്ലകളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത്. വോയിസ് സപ്പോർട്ട് ജോലിയാണ് വരുന്നത്. നിങ്ങളുടെ CV അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ ഐ ഡി വരുന്നത് jobs@manorama.com എന്നാണ്. അടുത്ത അവസരം നെസ്റ്റോ ഗ്രൂപ്പിലാണ്. നെസ്റ്റോ ഗ്രൂപ്പിൽ ഇപ്പോൾ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. നെസ്റ്റോ ഗ്രൂപ്പ് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ വീഡിയോ എഡിറ്ററിന്റെയും ഗ്രാഫിക് ഡിസൈനറിന്റെയും വേക്കൻസി വന്നിട്ടുണ്ട്. ഒരു സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റെസ്യൂമെ recruitment.india@nestogroup.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത്. അടുത്തത് ആക്സൽ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിൽ HR എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനെയാണ് അവർ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. ഇമ്മീഡിയറ്റ് ജോയിനേഴ്സ് ആയിരിക്കണം എന്ന് അവർ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ HR@axeltechnologies.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത അവസരം നോക്കാം. അടുത്ത അവസരം നെസ്റ്റോ ഗ്രൂപ്പിൽ തന്നെയാണ്. നെസ്റ്റോ ഗ്രൂപ്പിന്റെ ഒരു വിദേശ റിക്രൂട്ട്മെന്റ് ആണ് വരുന്നത്. ഏകദേശം 400+ വേക്കൻസീസ് വന്നിട്ടുണ്ട്. സെയിൽസ്മാന്റെ വേക്കൻസി ഉണ്ട്. ഫിഷ് കട്ടർ അഥവാ ബുച്ചർ, ഹോട്ട് ഫുഡ് കൗണ്ടർ സ്റ്റാഫ്, കാറ്റഗറി സൂപ്പർവൈസേഴ്സ്, റിസീവർ, GRN അക്കൗണ്ട്സ് ട്രെയിനി, ഫലൂഡ മേക്കർ മുതലായ പൊസിഷനുകളിലൊക്കെ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഈ ഒരു സെയിൽസ്മാന് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ വേക്കൻസി വന്നിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റ്, FNV, ബേക്കറി, ഹൗസ് ഹോൾഡ്, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ്, ഗാർമെന്റ്സ്, മൊബൈൽസിലൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. +2 വിത്ത് മിനിമം 2 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ റെപ്യൂട്ടഡ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ആണ് അവർ പറയുന്നത്. വാക്ക് ഇൻ ഇന്റർവ്യൂ വഴിയാണ് ഇതിന്റെ സെലക്ഷൻ വരുന്നത്. എറണാകുളം, തൃശ്ശൂർ, തിരൂർ, കാലിക്കറ്റ്, വടകര മുതലായ സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്നത്. ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കയ്യിൽ കരുതേണ്ടത്, അതേപോലെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് പറയുന്ന ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓൾറെഡി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ജോലി നെസ്റ്റോന്റെ ഈ ഒരു വേക്കൻസിന്റെ ഡീറ്റെയിൽസ് ആണ് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വേക്കൻസീസ് ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ അതിലുണ്ട്. അതുവഴി കണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അവസരം അഹല്യ മെഡിക്കൽ ഗ്രൂപ്പിലാണ്. ഒരുപാട് കാൻഡിഡേറ്റ്സ് കമന്റ്സിലൂടെ നിരന്തരമായി ചോദിച്ച ഒരു ചോദ്യമാണ്, മെഡിക്കൽ കോഡേഴ്സിന്റെ വേക്കൻസി ഉണ്ടോ? അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു അവസരം വന്നിട്ടുള്ളത്. മെഡിക്കൽ കോഡേഴ്സിന്റെ വേക്കൻസി ഉണ്ട്. അഹല്യയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. മിനിമം 1 year എക്സ്പീരിയൻസ് വിത്ത് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ എനി ഓഫ് ദ മെഡിക്കൽ ഓർ പാരാമെഡിക്കൽ സബ്ജക്ട്സ് ആണ് അവർ പറയുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. abdhrecruitment@ahalyagroup.com എന്നാണ് അവരുടെ ഇമെയിൽ ഐ ഡി വരുന്നത്. ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്ന ടൈമിൽ സബ്ജക്ട് ടാഗിൽ മെഡിക്കൽ കോഡേഴ്സിന്റെ ജോബ് ആപ്ലിക്കേഷൻ എന്നുകൂടി നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. നമ്മുടെ കേരളത്തിലുള്ള പാലക്കാടിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. അടുത്ത അവസരം നെസ്റ്റോ ഗ്രൂപ്പിൽ തന്നെയാണ്. നെസ്റ്റോ ഗ്രൂപ്പിൽ സൂപ്പർ മാർക്കറ്റ് മാനേജർ അതേപോലെ സൂപ്പർവൈസേഴ്സിന്റെ വേക്കൻസി ഒക്കെ വന്നിട്ടുണ്ട്. കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിലുള്ള നെസ്റ്റോയിലാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ഇതിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അതിൽ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുക. സെയിം കോഴിക്കോട് നെസ്റ്റോയിൽ തന്നെയാണ്. കോഴിക്കോട് ലൊക്കേഷൻ അല്ല, ഓൾ കേരള വേക്കൻസി ആണത്.
ഫിഷ് മോങ്കർ അതേപോലെ ബുച്ചറിൻ്റെ ഒക്കെ വേക്കൻസി ഉണ്ട്. ഫിഷ് മോങ്കർ 18 വേക്കൻസി ഉണ്ട്, ബുച്ചറിൻ്റെ 10 വേക്കൻസി ഉണ്ട്. ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അട്രാക്റ്റീവ് സാലറി, ഫുഡ് അലവൻസ്, വീക്ക്ലി ഓഫ്, ഫ്രീ അക്കോമഡേഷൻ ഒക്കെ അവർ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ recruitment.india@nestogroup.com അയച്ചു കൊടുക്കാനാണ് അവർ പറയുന്നത്. ഈ ഒരു നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ വേക്കൻസീസ് ഞാൻ വീണ്ടും ഇലാബറേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ നെസ്റ്റോ ഗ്രൂപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോവുക, ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോ ലെങ്ത് ആക്കാത്തത്. അടുത്ത അവസരം കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള JTSI എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ US IT റിക്രൂട്ടറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഇനി ഗ്രാജുവേഷൻ ആണ് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. 2 to 4 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. വർക്ക് ലൊക്കേഷൻ ഇൻഫോ പാർക്ക് കൊച്ചിയാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ careers@jtsindia.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത അവസരം JTSI എന്ന് പറയുന്ന കമ്പനിയിൽ തന്നെയാണ്. ഔട്ട്സോഴ്സ് മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. കൊച്ചി ഇൻഫോ പാർക്കാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. മിനിമം 5 to 10 years ഓഫ് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. വെണ്ടർ മാനേജ്മെന്റ്, ഔട്ട്സോഴ്സ് പ്രോജക്ട് മാനേജ്മെന്റ്, ക്ലയന്റ് അക്കൗണ്ട് മാനേജ്മെന്റിലൊക്കെയാണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഈ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുത്ത് നിങ്ങളെ അപ്ലൈ ചെയ്യുക. അടുത്ത അവസരം വന്നിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിലാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇപ്പോൾ ഗ്രാഫിക് ആർട്ടിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ബിലോ 32 years ആണ് അവർ പറയുന്നത്. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ പറയുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ careers@asianetnews.in എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയക്കുന്ന ടൈമിൽ ആ ഒരു പൊസിഷന്റെ പേര് സബ്ജക്ട് ടാഗിൽ പ്രത്യേകം മെൻഷൻ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത അവസരം വന്നിട്ടുള്ളത് ഏഷ്യാനെറ്റിലാണ്. ഏഷ്യാനെറ്റിൽ ഇപ്പോൾ ടെക്നിക്കൽ സപ്പോർട്ട് എഞ്ചിനീയറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. നമ്മുടെ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്താണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത്. ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് ഓർ IT ഇൻഫർമേഷൻ ടെക്നോളജിയിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മിനിമം 5 years ഓഫ് റെലവൻറ്റ് എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. കീ സ്കിൽസ് കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ആ ഒരു കീ സ്കിൽസ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. അതേപോലെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ റെസ്യൂമെ അയച്ചു കൊടുക്കാനാണ് പറയുന്നത്. അജയ് മോഹൻ @asianet.co.in എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ഐഡിയിലേക്ക് സബ്ജക്ട് ടാഗിൽ ഈ ഒരു പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ നല്ലൊരു അവസരമാണ്. നമ്മുടെ കേരളത്തിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. അതേപോലെ ഇൻഫോസിസിൽ വനിതകളെ സംബന്ധിച്ച് നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദയവായി അവരിലേക്ക് കൂടി നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വേക്കൻസീസ് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.